അതിനു മുമ്പ് ശ്രീ ബാലമുരളി നോക്കൂ, നിങ്ങൾക്ക് ഈ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ 303 എന്ന നമ്പറിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് RV രാജേഷ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മൊത്തം കൂടി കണക്ക് കൂട്ടിയാൽ കഴിഞ്ഞ തവണത്തെ 29 സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും 10-12 ഒതുങ്ങുമെന്നുള്ളതുമാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ആറ്റിങ്ങിലെ വോട്ടർമാർ NDAക്ക് വി മുരളീധരന് വോട്ട് ചെയ്യണം? കേരളത്തിനെതിരെയുള്ള നിലപാടുകളായിരുന്നില്ലേ വി മുരളീധരൻ്റേത് എന്നതാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയം വരാൻ പോകുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ആര് ഭാരതം ഭരിക്കും എന്ന് ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത, അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു 2004 സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചെന്താണ്? രാഹുൽ ഗാന്ധി എന്നുള്ള ആ ഒരു വലിയ തരംഗം എന്ന് തന്നെ പറയാം. തരംഗമാണ്. അതെ, ആ ഒരു തരംഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതാ എന്തോ വരാൻ പോകുന്നു, ഇന്ത്യ മുഴുവൻ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. കേരളത്തില് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. CPM-ന്റെ നേതാക്കന്മാർക്ക് സംശയമില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള അന്വേഷണങ്ങള്, അത് നിയമപരമായ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിലൊന്നും നമ്മൾ ഖേദിക്കേണ്ട തെറ്റില്ലല്ലോ. അത് നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ ശ്രീ വി മുരളീധരനാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ട് വി മുരളീധരന് വോട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, വി മുരളീധരൻ എന്തിനു ജയിക്കണമെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു MP ജയിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും കേരളത്തിനും ആറ്റിങ്ങലിനും അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും. ഇത് ചിന്തിക്കുവാനുള്ള മനസ്സ്, ഇത് ചിന്തിക്കുവാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ആറ്റിങ്ങലിലെ വോട്ടർമാർക്കുണ്ട്. അവർ കൃത്യമായിട്ടും വി മുരളീധരന് അനുകൂലമായിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച് നമുക്ക് മറുചോദ്യം ഇതാണ്. ഈ വി മുരളീധരൻ വിജയിക്കുന്നില്ല എന്ന് കരുതുക, ഞാനൊരു സാധ്യതയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിലും കേരളത്തിലും കാര്യമായി ഒന്നും ചെയ്യില്ലേ മോദി? അല്ല, അതല്ല പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങള് എന്ന് പറയുന്നതാണ് കേരളത്തോടുള്ള വിവേചനം എന്നാണ് LDF പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഒരു പ്രതിനിധി ജയിച്ചു വന്നാൽ ഉണ്ടാകുന്ന മാറ്റം അത് വേറെയാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലില്ലായിരുന്നു, മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധി ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിലെ വിഷയങ്ങളും ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ഈ മണ്ഡലത്തിലെ വികസന സാധ്യതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടൊരു വികസനം ഈ നാട്ടിൽ കൊണ്ടുവരുവാനായിട്ട് മുരളീധരന് സാധിക്കുമെന്നുള്ളതാണ്.